നമ്മൾ രണ്ടുപേരും ഇങ്ങനെ ഒളിച്ചോടി നാട് വിട്ടാലേ പലരും കണ്ടാ പിടിക്കുകയല്ലേ? ഓ മൈ ഡിയർ മാഡം, നമ്മൾ ജീവിക്കുന്നെങ്കിൽ ഒന്നിച്ച് ജീവിക്കുക, ഇല്ലെങ്കിൽ ഒന്നിച്ച് മരിക്കുക. നീ രമണൻ മരിച്ച കഥ ഓർക്കുന്നുണ്ടോ? ചന്ദ്രയ്ക്ക് വേണ്ടി രമണൻ തൂങ്ങി മരിച്ചു എന്ന് പറഞ്ഞതുപോലെ ഈ അമ്മക്കുട്ടിക്ക് വേണ്ടി ഈ രമണൻ തൂങ്ങി തൂങ്ങി മരിക്കും. വരണം താങ്കളെ. ഒന്ന് നിന്നേ. ഗോപാലൻ ഒരു രഹസ്യം ചോദിച്ചോട്ടെ. എന്തുവാ? ഞാനേ ഒരു പെണ്ണിനെ സ്നേഹിച്ചു. എടാ, ഒരു പെണ്ണിനല്ല, നീ 100 പെണ്ണിനെ സ്നേഹിക്കടാ. അതിന് ഏതെങ്കിലും ഒരു കച്ചടാ പെണ്ണ് എന്നെ സ്നേഹിക്കണ്ടേ? ആട്ടെ, ഇത് സിവിലാ ക്രിമിനലാ? രണ്ടും ആകാം. അയ്യോ അപ്പുണ്ണി ചേട്ടാ, ഏട്ടങ്ങത്തെ എന്നെ അത് ചെയ്യുമോ? അല്ലാതെ ഓ റിമാൻഡാ? അല്ലെന്നേ, ഡിസ്മസാ? അല്ലടാ പുളെ. ഓ പ്രൊമോട്ടാ? ആ, അത് ചെയ്യുമോ? അങ്ങനത്തെ അതാരാണ്? ബാ നോക്കിക്കളെ. അയ്യോ അമ്മുക്കുട്ടി, ആ കാലമാടന്മാര് വരുന്നുണ്ട് കേട്ടോ. അയ്യോ അപ്പുണ്ണി ചേട്ടാ, ആ ഏട്ടങ്ങത്തെ ഉണ്ട്, അദ്ദേഹം എന്നെ പ്രൊമോട്ട് ചെയ്യുമോ? ചിലപ്പം ചെയ്യും. നീ ഒരു കാര്യം ചെയ്യ്, എന്ത് സംസാരിച്ചാലും ഒന്നും മിണ്ടണ്ട. അഥവാ മിണ്ടി പോയാൽ ഇംഗ്ലീഷ് തന്നെ അങ്ങ് തട്ടിവിട. എനിക്ക് ഇംഗ്ലീഷ് അറിയാമോ? എടി മണ്ടി, യെസ്, നോ, വണ്ടർഫുൾ, ഡിസ്മസ്, ഡിമാൻഡ് എന്നൊക്കെ അങ്ങോട്ട് പറ. അല്ലേ എടാ അപ്പുണ്ണേ, ഈ ഡ്രസ് എല്ലാം കൂടി ഇത് എവിടെ നിന്ന് ഇരവ് വാങ്ങിച്ചടാ? കാലമാടാ, ഈ സ്ഥലം പരിശോധിക്കാൻ വന്ന പോലീസ് സൂപ്രണ്ടായി. ഇതാദ്യം പറയേണ്ടതാ കാല. ഞാൻ സ്ഥലം പോലീസ് സ്റ്റേഷനിലെ ഏട്ടാണ്. വളരെ കാലമായി ഇവിടെ ആയിട്ട്. ഒരു സ്ഥലം മാറ്റം കിട്ടിയാ കൊള്ളാം. പിന്നെ എന്നെ ഒന്ന് എടുക്കണം. പൊക്കോ മണ്ണോ എല്ലാം ഫിറ്റാ. അധികം പറയണ്ട, അധികം സംസാരിച്ച പോലീസ് സൂപ്രണ്ടിന് ദേഷ്യം വരും. സൂപ്രണ്ടിന്റെ ഉള്ളു കണ്ടവരാരുമില്ല, ഭയങ്കരമാണ്. എടാ പുണ്യേ, ഇന്നാ പോകാങ്ങട്ടെ. ഗോപാല, എനിക്കൊരു ചെറിയ സംശയം. സൂപ്രണ്ട് തന്നെയാണോന്ന്? അങ്ങത്തെ എനിക്കുണ്ട് ആ സംശയം. സൂപ്രണ്ടിനെ ഇത്രയും നെഞ്ചുവിരിവ് ഉണ്ടാവില്ല. ആ ശരിയാ, നമുക്കേ സൂപ്രണ്ടിന്റെ നെഞ്ച് ഒന്ന് സെർച്ച് ചെയ്ത് കളയാം. അത് ന്യായം. അങ്ങനെയാണെങ്കിലേ നീ പുറകെ കയറി, ഞാൻ ചവിട്ടിക്കോളാം. അങ്ങനത്തെ ഓവറിലോട് കയറിയ പോലീസ് പിടിക്കൂലേ? ആ അത് ശരിയാ. എന്നാ ഒരു കാര്യം ചെയ്യ്, നീ ചവിട്ടിക്കോ, ഞാൻ പുറകെ കയറിക്കോളാം. എടാ, പോലീസിന് ഓവർലോഡ് ഇല്ല. മതി. അങ്ങനത്തെ വാ. കേറിക്കോ. അയ്യോ അപ്പുണ്ണി ചേട്ടാ, ചതിച്ചല്ലോ. പിന്നെ അവന്മാർ ഇങ്ങോട്ട് തന്നെ വരുന്നല്ലോ. അവരിങ്ങോട്ട് വരട്ടെ, നീ ആ മൂച്ചു വിടരുത്. എന്ത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്തോട്ടെ. ഡിസ്മസ്, ഓവർലോഡ്, ആർഡ്ലി, ഡിസ്ചാർജ്, അബൌട്ട് മാർച്ച് എന്നൊക്കെ നീ ഇങ്ങോട്ട് പറ. ഓ പണ്ടാര കുരുപ്പുകളെ കൊണ്ടുവന്നാൽ ഓവർലോഡ്, ആർഡ്ലി, ഡിസ്ചാർജ്. ഇതേ Attention! Right about 10. Cut mark. Left, right, left, right. Attention! Left march. Left hand. Left, right, 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 left, right. Darling, My love. ഏതായാലും ഇതുവരെയുള്ള വസ്തുതകൾ വെച്ച് നോക്കുമ്പോൾ എന്നെപ്പോലെ ഒരുത്തൻ വേഷം മാറി നടന്ന് എന്നെയും എന്റെ വീട്ടുകാരെയും നിങ്ങളെയും വഞ്ചിക്കുന്നുണ്ട്. അത് തീർച്ചയായും നമുക്ക് ഉടനെ അവനെ പിടികൊള്ളിച്ചാൽ. ഉത്തരവ്. ഇങ്ങനെ ഒരുത്തൻ വേഷം മാറി നടക്കുന്നു എന്നുള്ള വിവരം ഹേമാന്റെ വീട്ടിലൊന്നറിയാം. വേണ്ട വേണ്ട, അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പോരെങ്കിൽ എന്റെ വീട്ടുകാർ പറയും എനിക്ക് സുഖക്കേട് കൂടുതലാണ്, അതുകൊണ്ട് ആരെയും അറിയിക്കാൻ. പക്ഷേ എല്ലായിടത്തും കാവലുണ്ടായിരിക്കും. ഉത്തരവ്. 365, 935. ഏമാന്റെ പോലെ ഒരുത്തൻ വേഷം മാറി ഇവിടെ ഒക്കെ നടക്കുന്നതാണ്. അവനെ നമുക്ക് ഇന്ന് തന്നെ തൂക്കിയെടുത്ത് അത്തിടണം. ഉത്തരവ്. ഏമാനം പേടിക്കണ്ട, അവനെ ഇന്ന് തന്നെ പ്രൊമോട്ട് ചെയ്ത് അകത്ത് ഇട്ടോളാം. ഇടി അവന് കൊണ്ടിട്ടില്ല. അതാ കുട്ടപ്പ, അയ്യോ ഇനി നമുക്ക് നിർത്താം.
ഏതടാ അന്തപ്പ കഞ്ചാവ് വലിയോ? അല്ലല്ല, ഇവിടത്തെ കൃഷി മതിയാക്കി നമുക്കൊരു സ്ഥലം വിടാം. നമ്മളെ വാടില്ലടാ. പറ്റി അല്പം സംശയം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പാടില്ലടാ അന്തപ്പ. പോകുന്നതിന് മുമ്പ് പുള്ളിക്കാരന്റെ മുഖത്ത് നോക്കി 2 വർത്തമാനം പറയണം. ആരോട്? ഷിമാൻ നിന്റെ ഫാദറിനോടോ? അതെ, നമ്മൾ വർത്തമാനം പറയാതെ പോയാൽ പിന്നെ നമ്മളിവിടെ വന്നത് കൊണ്ടോ താമസിച്ചത് കൊണ്ടോ ഒരു പ്രയോജനവുമില്ല. കുട്ടപ്പ, ആ ഞാൻ വരണോ? വേണ്ട, ഞാൻ തനിച്ചു പൊയ്ക്കൊള്ളാം. പിന്നെ പോകുന്നതിന് മുമ്പ് ആ രമണിയുടെ ആഭരണങ്ങളും നമുക്ക് തട്ടിയെടുക്കണം. അയ്യോ, അവള് പാവം, അവളെ വിട്ടരെ കുട്ടപ്പ. വോട്ടറാ, അവൾ പാവം, അവളെ ആർക്ക് വേണം? പക്ഷെ അവളുടെ ആഭരണങ്ങൾ വേണം, സ്വർണം വേണം. അവളുടെ സ്വർണം വേണോ? വേണം. അപ്പൊ ഞാൻ വരണോ? വേണ്ടടാ. അത് മനസാക്ഷി ഇല്ലാത്തൊരു പ്രവൃത്തിയല്ലേ കുട്ടപ്പ? എടാ അന്തപ്പ, എടാ മനസ്സാക്ഷിക്കും സത്യത്തിനും ലോകത്ത് വല്ല വിലയും ഉണ്ടോടാ? എടാ, ഇവിടെ സാമർഥ്യമാണ് ആവശ്യം, സാമർഥ്യത്തിന് മാത്രമേ ഉള്ളൂ വില. ഇത് തന്നെയാണോടാ ഷീമാന്റെ ഫാദറിന്റെ പാഠം? അന്തപ്പ, കുടിയടാ കഞ്ചാവ് കുടി. എന്താ മോനെ? എന്റെ അച്ഛനെ എനിക്കൊന്ന് കാണണം, അച്ഛൻ എന്നെയും കാണണം. നീ എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? നമ്മൾ തമ്മിൽ പരസ്പരം കാണാത്തവരാണോ? അതെ, മകൻ അച്ഛനെ കണ്ടു, പക്ഷേ അച്ഛൻ മകനെ കണ്ടില്ല. അയ്യോ കഷ്ടം. നിന്റെ അസുഖം ഇതുവരെ മാറിയില്ലല്ലോ മോനെ. ഇല്ല, എന്റെ അമ്മയുടെ കണ്ണുനീര് തോരാതെ എന്റെ അസുഖം മാറുകയില്ല. നീ കാരണമല്ലേ മോനെ നിന്റെ അമ്മ കരയുന്നത്? അല്ല, നിങ്ങൾ കാരണം, ദുഷ്ടനായ എന്റെ അച്ഛൻ കാരണം. നീ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് വേണു. വേണു, ഞാൻ നിങ്ങളുടെ മകനാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? അച്ഛനോട് ഇങ്ങനെയൊന്നും പറയരുത് കേട്ടോ. നീ എന്റെ മകനാണെന്ന് ഞാൻ നിനക്ക് ഉറപ്പ് തരണോ മോനെ? എങ്കിൽ നിങ്ങളുടെ മകനെ സംരക്ഷിക്കുവാനുള്ള ചുമതലയില്ലേ നിങ്ങൾക്ക്? ഉണ്ടടാ, ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിന്നെ വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി എടുത്തത്. വളർത്തി പഠിപ്പിച്ച് മിടുക്കനാക്കി പോലും? ആരെ വളർത്തി, ആരെ പഠിപ്പിച്ചു? നിങ്ങൾക്കറിയാമോ ഞാൻ ആരാണ്?